ഈ അന്വേഷണം 1 വർഷം പൂർത്തിയാക്കാൻ പോകുന്ന സമയത്ത് ഈ അന്വേഷണത്തിലൂടെ എന്ത് നേടി എന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനൊന്ന് പറയാൻ പറ്റുമോ? സ്വാഭാവികമായും മുരളീധരൻ പറയുന്ന വേറൊരു കാര്യം കൂടെ, ഈ അന്വേഷണം ഇങ്ങനെ നീണ്ടുപോകുന്നതുകൊണ്ട് തെളിവുകൾ നശിപ്പിക്കപ്പെടാം. ആ ഒരു പെരുങ്കൊള്ളയിൽ എന്തുകൊണ്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇരുട്ടിൽ തപ്പുന്നു എന്നുള്ളതാണ് പ്രധാനം. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേട്ട് തഴമ്പിച്ച് പറയാനും പോലും മടിയുള്ള ഒരു വാക്കാണിത്. ശബരിമല സ്വർണ്ണക്കൊള്ള. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വളരെ ഭംഗിയായി, വളരെ ആസൂത്രിതമായി ഈ ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വന്ന സമയം മുതൽ തന്നെ, ആ നിമിഷം തൊട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പല തലങ്ങളിൽ നിന്ന് തുടങ്ങിയിരുന്നു എന്നും അത് ഏകദേശം വിജയിച്ചു എന്നും നമുക്കിപ്പോൾ പറയേണ്ടി വരും. അതിൻ്റെ കാരണം ഏറ്റവും കൂടുതൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള ഓരോ വാർത്തകളും, ഓരോ കോടതി വിധികളും, ഓരോ പരാമർശങ്ങളും അത് വിശദമായി അവലോകനം ചെയ്തത് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ സാറാണ്. അന്നും അദ്ദേഹം നിയമത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിച്ചപ്പോഴും ഒരു സാമാന്യ മനുഷ്യൻ്റെ ബുദ്ധിക്ക് നിരക്കുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കപ്പെടും. അതിന് കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജീവൻ മരണ പോരാട്ടമാണ് എന്നുള്ളതാണ്. ഇന്ന് ഏകദേശം ഏതാണ്ട് അതുപോലെ തന്നെ ആയിരിക്കുന്നു. ഇന്ന് ദേവസ്വം മന്ത്രിയായ കെ മുരളീധരന് പോലും മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ തുറന്നു സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. കോടതി ഇതിൽ ഒരു കർശനമായ നിലപാടെടുക്കുന്നില്ല. SIT കുറ്റപത്രം സമർപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ അന്വേഷണത്തിൽ നിസ്സഹായരാണ് എന്നുള്ള കാര്യം ദേവസ്വം ബോർഡ് മന്ത്രിക്ക് പോലും മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വന്ന് ഇത്തരത്തിൽ പറയേണ്ടി വരുമ്പോൾ ഇതിൽ ഒത്തുകളിച്ചത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചും SIT-യുമാണെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും. ഇതിൽ എനിക്ക് സത്യത്തിൽ വളരെയേറെ ഖേദം യഥാർത്ഥത്തിൽ തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മൾ ചെയ്ത അഭിമുഖങ്ങളിൽ വെച്ച് എനിക്ക് തോന്നുന്നത് ഒരു 30-40% ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടായിരിക്കണം എന്നെനിക്ക് തോന്നുന്നു. ഓരോ ഇടക്കാല ഉത്തരവ് വരുമ്പോഴും, ഓരോ പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് വരുമ്പോഴും നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട്, അപ്പോൾ അത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ, അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സ്വമേധയ കേരളത്തിലെ ഹൈക്കോടതി എടുത്തൊരു കേസായത്. സ്വമേധയ, അല്ലാതെ ആരും പരാതി കൊടുത്തിട്ടെടുത്തതല്ല. ആ കേസ് എടുത്തതിന് ശേഷം ഓരോ ഘട്ടത്തിലും കോടതി എടുത്ത നിലപാടുകൾ നമ്മൾ നോക്കുമ്പോൾ ഇത് വളരെ സ്തുത്യർഹമായിട്ടുള്ള നിലയിൽ വളരെ കാര്യക്ഷമവും സുതാര്യവുമായി ഈ കേസിൽ സത്യം തെളിയും എന്ന് തോന്നുന്ന നിലപാടുകളും നടപടികളുമാണ് ദേവസ്വം ബെഞ്ചിന് നേതൃത്വം കൊടുത്ത വി രാജ അല്ലേ രാജാ വിജയൻ, കെ വിജയകുമാർ അടങ്ങുന്ന ബെഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഇതിനുമ്പോൾ പറഞ്ഞിരുന്ന ഒരു കേസിൽ ഒരുപക്ഷെ ഇത്ര ഇടക്കാല ഉത്തരവുകൾ ഇറങ്ങിയ ഒരു സംഭവം ഉണ്ടായി കാണില്ല. ഒരുപാട് വിവരങ്ങൾ, ഒരുപാട് വസ്തുതകൾ, തെളിവുകൾ ഒക്കെ കോടതി തന്നെ സ്വമേധയാ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. കോടതി SIT രൂപീകരിച്ചു, SIT-യിൽ ആരൊക്കെ ഉണ്ടാവണമെന്ന് രൂപീകരിച്ചു, അവരെന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഇതം പ്രഥമാണ്, അത് അഭൂതപൂർവമാണ്. ഇതിനുമ്പോൾ കോടതി ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും കോടതിയിലുള്ള ഉറച്ച അചഞ്ചലമായ വിശ്വാസം കൊണ്ടും കോടതി സ്വമേധയാണ് ഈ കേസെടുത്തത് എന്നതുകൊണ്ടും ഇതിൽ സത്യം വെളിച്ചത്ത് വരും എന്ന് ഞാൻ ഒരു പൊതുപ്രവർത്തന നിലയിലും അഭിഭാഷക നിലയിലും പ്രതീക്ഷിച്ചു. പലപ്പോഴും പൊതുജനം എന്നുള്ള നിലയിൽ പ്രതികരിച്ച് സുമേഷ് പറയുന്ന സമയത്തൊക്കെ അങ്ങനെ നടക്കാൻ സാധ്യതയില്ല എന്ന് വാദിക്കുകയാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഞാനിന്ന് ഈ വൈകിയ വേളയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കേസന്വേഷണം അട്ടിമറിക്കപ്പെട്ടതിൽ, അല്ലെങ്കിൽ ഈ കേസന്വേഷണം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു വലിയ പങ്ക് കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനുണ്ടോ എന്നുള്ള സംശയം എന്നെ വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണ്. കാരണം SIT-യെ നമ്മൾ വിമർശിക്കുന്നതിൽ ഒരർത്ഥത്തിൽ വലിയ യുക്തിയൊന്നുമില്ല. അതെ, കാരണം SIT-ക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം SIT കോടതി തീരുമാനിച്ച ഒരു സംവിധാനമാണ്. കോടതി പറയുന്നതനുസരിച്ചിട്ടാണ് SIT മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ മറ്റാണ് സ്വമേധയാ കേസ്.
സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം ആകാൻ പോകുന്നു ഈ കേസന്വേഷണം തുടങ്ങിയിട്ട്. ഞാൻ ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ സമക്ഷം ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുക. അവർ ന്യായാധിപന്മാർ ഈ അഭിമുഖം കാണും എന്നുള്ള പ്രതീക്ഷയിൽ എനിക്ക് ദേവസ്വം ബെഞ്ചിനോട് ചോദിക്കാനുള്ള ചോദ്യം, കഴിഞ്ഞ ഇപ്പോൾ ഒരു വർഷം ആകാൻ പോവുകയാണല്ലോ, എത്രയോ ഇടക്കാല ഉത്തരവുകൾ ഇറങ്ങി, എത്രയോ റിപ്പോർട്ടുകൾ SIT കോടതിക്ക് കൊടുത്തു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് ഈ അന്വേഷണം ഒരു വർഷം പൂർത്തിയാക്കാൻ പോകുന്ന സമയത്ത് ഈ അന്വേഷണത്തിലൂടെ എന്ത് നേടി എന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനൊന്ന് പറയാൻ പറ്റുമോ? എന്ത് നേടി? എന്താണ് ഇതിനകത്ത് നേട്ടം? അതെ, കാരണം അവർ കുറച്ച് പ്രതികളെ പിടിച്ച് 90 ദിവസം ജയിലിലിട്ടു എന്നതുള്ളത് ഒഴിച്ചാൽ ഒന്നും ഇതിന് നടന്നിട്ടില്ല. അല്ല, ജയിലിലിട്ടു എന്ന് ഞാൻ ഇപ്പോൾ പറയില്ല. ജയിലിലിട്ടു എന്നുള്ളത് ശരി, പക്ഷെ അവരെല്ലാവരും ഇറങ്ങി അവരുടെ വഴിക്ക് പോയി. 90 ദിവസം ജയിലിലിട്ടു അത്രേ ഉള്ളൂ. അതുള്ളൂ. അതൊരു സ്വാഭാവികമായ നടപടിക്രമം അല്ലേ? ഇതുപോലൊരു പെരുങ്കൊള്ള നടക്കുമ്പോൾ അത്രയെങ്കിലും ചെയ്യണ്ടേ? അല്ല, ഞാൻ പറഞ്ഞത് അതത്ര കാര്യമായിട്ട് ഞാൻ എടുക്കുന്നില്ല. കാരണം ഇതുപോലൊരു പെരുങ്കൊള്ളിൽ അത്രയും അതൊന്നുമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മനസ്സിലായി? നമ്മൾ ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ ഈ ഒരു വർഷത്തെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരു ചുക്കും ഒരു ചുണ്ണാമ്പും നടന്നിട്ടില്ല. ഒന്നും നടന്നിട്ടില്ല. അതേസമയം എന്തൊക്കെ ഉറപ്പാണ് കോടതി ജനങ്ങൾക്ക് കൊടുത്തത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഈ ഉറപ്പ് കൊടുത്തു എന്ന് പറയുമ്പോൾ ആ ഉറപ്പ് കൊടുത്തത് ഒരു രാഷ്ട്രീയ നേതൃത്വവും സർക്കാരും അല്ല. ആണെങ്കിൽ നമുക്കത്ര വിശ്വസിക്കേണ്ട കാര്യമില്ല. കോടതിയാണ്. ഇപ്പം എന്നെപ്പോലുള്ള ആളുകൾ തന്നെ ഈ അന്വേഷണത്തിന് അനുകൂലമായിട്ടും ഈ വിഷയത്തിന് അനുകൂലമായിട്ടും ഒക്കെ ഇത്രയും ദീർഘകാല ഈ നിലപാടെടുത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കോടതിയാണ് ഒരു ഉറപ്പ് കൊടുക്കുന്നത്. കോടതിയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു SIT സ്വാഭാവികമായും ശരി ഉണ്ടാവും, എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ സ്വാഭാവികമായും ജനങ്ങൾക്കുണ്ടാവും. ഇപ്പം നമ്മൾ എവിടെ എത്തി നിൽക്കുന്നത്? ഇപ്പോൾ എത്തി നിൽക്കുന്ന എവിടെയെന്ന് ചോദിച്ചാൽ ആ എത്തി നിൽക്കുന്ന അവസ്ഥ വളരെ സൗമ്യമായ ഭാഷയിൽ ദേവസ്വം മന്ത്രി തന്നെ പറഞ്ഞു. കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. കുറ്റപത്രം എന്ന് സമർപ്പിക്കുമെന്ന് പോലും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ കോടതിക്ക് ആവശ്യപ്പെടാം. കോടതി ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കോടതി ഇടയ്ക്ക് നമ്മളെ കബളിപ്പിക്കാൻ, ജനങ്ങളെ കബളിപ്പിക്കാൻ, ഇത് ചിലപ്പോൾ എൻ്റെ അറിവുകേട് കൊണ്ട് പറയുന്നതായിരിക്കും. പക്ഷേ അതിലുപരി ഞാൻ ഒരു ഭക്തനാണ്, അതിലുപരി ഇവിടുത്തെ ഒരു പൗരനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, പിന്നെ കോടതി പറഞ്ഞതെന്താണ്? SITയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല, അവർ കാര്യങ്ങളെല്ലാം കൃത്യമായി നടത്തുകയാണ്, അന്വേഷണം കൃത്യമായ പാതയിലൂടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ്. ഇതാണ് ജനങ്ങൾ വിശ്വസിച്ചത്. അതായത് ഈ SITയുടെ പ്രവർത്തനത്തിൽ ജസ്റ്റിസ് A ബദറുദ്ദീൻ്റെ ബെഞ്ച് സംശയം ഉന്നയിച്ചപ്പോൾ പോലും അതിൻ്റെ ആവശ്യമില്ല, അവരെ വിശ്വസിക്കാം എന്ന് പറഞ്ഞത് ദേവസ്വം ബെഞ്ചാണ്. അതെ. ഇപ്പം മുരളീധരൻ പറയുന്നത് എന്താ? കുറ്റപത്രം കൊടുത്തിട്ടില്ല. കുറ്റപത്രം എന്ന് കൊടുക്കുമെന്ന് പോലും പറയുന്നില്ല. സ്വാഭാവികമായും മുരളീധരൻ പറയുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ അന്വേഷണം ഇങ്ങനെ നീണ്ടുപോകുന്നതുകൊണ്ട് തെളിവുകൾ നശിപ്പിക്കപ്പെടാം. അല്ല, ഇപ്പോൾ തന്നെ ഏകദേശം ഒരു വർഷം, ഇതുപോലൊരു പെരുങ്കൊള്ളയ്ക്ക് ഒരു വർഷം എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാലയളവല്ല. ഈ സ്വർണം കക്കാൻ പ്രാപ്തിയുള്ളവരാണെങ്കിൽ, അതായത് ലോകപ്രശസ്തമായ ശബരിമല എന്ന് പറയുന്ന ഒരു സന്നിധാന ഒരു പരമ പവിത്രമായ ഒരു ക്ഷേത്രത്തിൽ നിന്ന്, ഇത്രയും സുരക്ഷിതമായ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഈ സ്വർണം കടത്താൻ തക്ക സാമർഥ്യമുള്ളവരാണെങ്കിൽ അവരത് തെളിവുകൾ നശിപ്പിക്കാനും രക്ഷപ്പെടാനുള്ള വഴികൾ മുമ്പേ ഒരുക്കി വെച്ചു. അത് തന്നെയാണ് മുരളീധരൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ അതങ്ങനെ കിടക്കുന്നത് കൊണ്ട് മുരളീധരൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഇതിങ്ങനെ അനന്തമായി പോകുന്നത് കൊണ്ട് സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ വയ്യ. അത് മുരളീധരൻ പറയുന്നുണ്ട്. അതെ. കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് UDF ഏറ്റവും കൂടുതൽ ഉയർത്തിയൊരു വിഷയമാണ് ഈ വിഷയം. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇങ്ങനെ ഇട്ട് നീട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ഹൈക്കോടതി ഇങ്ങനെ ഇട്ട് നീട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള SIT അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടൊന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇതിങ്ങനെ നടക്കാത്തത് കൊണ്ട് സംസ്ഥാന സർക്കാരിനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അവിടെ എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ SIT അദ്ദേഹത്തിൻ്റെ ഒരു ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണല്ലോ. അദ്ദേഹമാണ് ഈ കേസിനൊരു വഴിത്തിരിവ് ഉണ്ടാക്കിയതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇതിന് അന്താരാഷ്ട്ര വിഗ്രഹമോഷണ കേസുമായി ബന്ധമുണ്ടെന്നുള്ള ചില മൊഴികളൊക്കെ അദ്ദേഹം കൊടുത്തു. അതിനുശേഷമാണ് ഇതിന് മറ്റൊരു തലം വന്നത്. ആ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ഇരിക്കുമ്പോൾ പോലും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതിൽ കാര്യക്ഷമമായി ഇടപെടാൻ കഴിയാത്തത്?
അല്ല, അതിൽ പരിമിതികളുണ്ട്. പരിമിതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല കൊള്ള സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കുമ്പോൾ സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ അവിടെ ഹൈക്കോടതിക്ക് ഇടപെടാം. ഹൈക്കോടതി നേതൃത്വത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ എന്തിനാണ് സമാന്തരമായ അന്വേഷണം നടത്തുന്നതെന്ന് ചോദിക്കാം, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഹൈക്കോടതി അന്വേഷണം നടത്തുന്നതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ അന്വേഷണത്തിന് ഒളിച്ചോടി പോകാനും ഒരു വഴി തുറന്നിരിക്കുകയാണ്. അപ്പം ഹൈക്കോടതിയുടെ ഈ നീട്ടൽ, വേറെ വാക്കാണ് ഉപയോഗിക്കേണ്ടത്, ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോടതി ലക്ഷ്യമാവും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഹൈക്കോടതിയുടെ ഇതിങ്ങനെ അനന്തമായി നീട്ടൽ കൊണ്ട് ഹൈക്കോടതിയുടെ അന്വേഷണത്തിലൊന്നും സംഭവിക്കുന്നില്ല, സംസ്ഥാന സർക്കാരിന് അന്വേഷിക്കാനും പറ്റുന്നില്ല. അല്ല, സംസ്ഥാന സർക്കാരിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം പറയാതെ വയ്യ. മെയ് 4-ാം തീയതി വോട്ടെടുപ്പിന് മുമ്പ് 2 ദിവസം മുമ്പ് മെയ് 1-ാം തീയതി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ അത് നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്, പക്ഷേ ഈ ഒരു വിഷയത്തിൽ അത് പ്രതിപാദിക്കാതിരിക്കാൻ കഴിയില്ല. വി.ഡി. സതീശൻ റജികുമാർ എന്ന് പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT ചോദ്യം ചെയ്ത് വിട്ടയച്ച ഒരാളോടൊപ്പം ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൊച്ചിയിൽ നിന്ന് എന്തിനാണ് മംഗലൂരുവിലേക്ക് പോയത് എന്നുള്ളൊരു വിഷയം അവിടെ നിൽപ്പുണ്ട്. അതായത് ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT ചോദ്യം ചെയ്ത് വിട്ടയച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അയാളോടൊപ്പമാണ് വി.ഡി. സതീശൻ യാത്ര ചെയ്തത്. അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയാണ്. അതെ, വി.ഡി. സതീശൻ ഈ ശബരിമല പെരുങ്കൊള്ള എന്ന് പറഞ്ഞൊരു ഒരു വാചകം അധികാരത്തിൽ കയറിയതിന് ശേഷം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനോ ആഭ്യന്തര വകുപ്പിനോ ഇതിനകത്ത് ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഈ അന്വേഷണം ഇത്ര നീണ്ടുപോകുന്നു എന്നുള്ള നിലയിൽ വിമർശനം ഉന്നയിച്ചുകൂടായിരുന്നോ? അതെ, കാരണം പ്രതിപക്ഷത്തിരുന്നപ്പോൾ വിമർശനം ഉന്നയിച്ചിരുന്നല്ലോ. പ്രതിപക്ഷത്തിരുന്നപ്പോൾ SIT നടത്തുന്ന അന്വേഷണത്തെക്കുറിച്ചിട്ടും കോടതിയുടെ നിലപാടിനെ കുറിച്ചിട്ടും ഒക്കെ ഒട്ടനവധി തവണ വിമർശനങ്ങൾ ഉന്നയിച്ച ആളാണ് രമേശ് ചെന്നിത്തല. വി.ഡി. സതീശൻ അല്ല, ഞാൻ പറഞ്ഞത് വി.ഡി. സതീശനേക്കാൾ കൂടുതൽ രമേശ് ചെന്നിത്തലയാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി പറയുന്നത് പോലും SIT കേൾക്കുന്നില്ല. അതാണ് ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഹൈക്കോടതി പറഞ്ഞത് പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രശാന്തിൻ്റെ കാലഘട്ടത്തിലെ ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ഇവരിതുവരെ SIT ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അന്വേഷണം അനന്തമായി നീണ്ടുപോകുമെന്നും അത് വലിയ കാലതാമസം വരുമെന്നൊക്കെയാണ് അവർ പറയുന്ന സാങ്കേതിക കാരണങ്ങളായിട്ട് പറയുന്നത്. എന്ത് ന്യായീകരണം പറഞ്ഞാലും PS പ്രശാന്തിനെ എതിരെ നീങ്ങാൻ SIT ഇപ്പോഴും തയ്യാറാവുന്നില്ല. PS പ്രശാന്ത് ഇപ്പോൾ CPM കാരനാണ്, ഇന്നലെ കോൺഗ്രസ്സുകാരാണെന്നുള്ളതുകൊണ്ടിരിക്കണം. ഏറ്റവും അത്ഭുതകരവും വിസ്മയകരമായിട്ടുള്ള കാര്യം എന്താണ്? PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് എന്തുകൊണ്ട് SIT പോകുന്നില്ല എന്ന് UDF സർക്കാർ ചോദിക്കുന്നില്ല, ആഭ്യന്തരമന്ത്രി ചോദിക്കുന്നില്ല. അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം അവരുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരാൾ, അയാളെ അറസ്റ്റ് അയാൾക്കെതിരെ നടപടിയെടുക്കണം, FIR ഇട്ട് അന്വേഷിക്കണം, അയാളെ ചോദ്യം ചെയ്യണം എന്നൊക്കെ ഹൈക്കോടതി പറയുമ്പോൾ അതൊരു അവസരമാക്കില്ലേ UDF സർക്കാർ ചെയ്യേണ്ടത്? അതിന് പകരം അവർ നിശബ്ദത പാലിക്കുകയാണ്. അല്ല, ഇവിടെ ഒരു കാര്യം കൂടി, അത് ജനങ്ങളെയും വിശ്വാസികളെയും ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയണം. ഞാൻ എൻ്റെ ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ യുക്തിക്ക് നിൽക്കുന്ന കാര്യം പറയാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പുറത്തു വന്നതിന് ശേഷം ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുന്നു. സ്വമേധയാ കേസെടുത്തതിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി രൂപീകരിക്കുന്നു. സാധാരണ ഇത്തരം വിഷയങ്ങളിൽ സർക്കാരിന് നിർദ്ദേശം നൽകുകയാണ് ചെയ്യാറുള്ളതെങ്കിലും ഇത് ഹൈക്കോടതി രൂപീകരിക്കുന്നു. അതിലെ ഉദ്യോഗസ്ഥരെ ഹൈക്കോടതി തന്നെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ജനങ്ങൾക്കൊരു വിശ്വാസം വരുന്നു. കാരണം സർക്കാരല്ല, CPM-ൻ്റെ ഭരണകാലത്താണ് ഈ ശബരിമല പെരുങ്കൊള്ളം നടന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇതിൽ ഇടപെടാൻ കഴിയാത്തത് കൊണ്ട് കോടതി സ്വമേധയാ കേസെടുത്ത് അന്വേഷണ സംഘത്തെ നിയോഗിച്ച് അത് അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുമ്പോൾ നമുക്ക് നീതി കിട്ടും, ഉറപ്പായും കാര്യങ്ങളൊക്കെ കുറ്റവാളികൾ വെളിച്ചത്ത് വരുമെന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചു. പിന്നീട് നടന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു, പിന്നീട് അയാളെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പല അറസ്റ്റുകൾ നടക്കുന്നു, എല്ലാവരും പുറത്തിറങ്ങുന്നു. അപ്പോഴൊക്കെ ഞാൻ പറയുന്നത് സാധാരണക്കാരെ കോടതി തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. അത് കോടതിയുടെ ഒരു ഇഷ്ടപ്രകാരമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം അവരൊരു പക്ഷേ എന്ത് ക്രൂരകൃത്യവും ചെയ്യാൻ തയ്യാറായി പോകും. കാരണം അവരുടെ ഭരണകാലത്താണ് ശബരിമലയിൽ ഒരു പെരുങ്കൊള്ള നടന്നത്. ശബരിമല എന്ന് പറയുന്നത് ഓരോ ഭക്തരുടെയും, സാധാരണക്കാരുടെ കാര്യം വിടാം, ഓരോ ഭക്തരുടെയും, അത് ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ ആയിക്കോട്ടെ, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു മുസ്ലിമോ ആയിക്കോട്ടെ, അവർക്ക് ഒരു ശബരിമല ഒരു വികാരമാണ്.
അവരെങ്ങനെ പ്രതികരിക്കും, ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയില്ല. അത് ആക്രമണ സ്വഭാവം അല്ല ഞാൻ പറയുന്നത്, അവർ വൈകാരികമായിട്ടുള്ള പ്രതികരണമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് CPM നന്നായിട്ട് അറിയാം. പക്ഷേ ഈ CPM നേതാക്കളെ വിശ്വാസികൾ ഓടിച്ചിട്ട് എറിഞ്ഞ് റോഡിലിടുന്ന ഒരു അവസ്ഥ പോലും ചിലപ്പോൾ ഉണ്ടായേക്കാം. ആ ഒരു അവസ്ഥയിൽ CPM സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് തെമ്മാടിത്തരം ചെയ്തും എന്ത് പോക്രതനം ചെയ്തും രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് അവർ കോടതിയെ കരുവാക്കി എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? അല്ല, അതിൽ ഞാൻ സത്യത്തിൽ ഇപ്പോൾ CPM ഞാൻ ഈ സുമേഷ് പറഞ്ഞ പോലെ ഇപ്പോൾ വിമർശിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം കോടതി ഇതിനകത്ത് എടുക്കുന്ന സമീപനങ്ങൾ എന്താ നമ്മളൊന്ന് ആലോചിച്ചു. കോടതി കർശനമായിട്ടുള്ള നിലപാടെടുത്തിരുന്നെങ്കിൽ ഈ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് തന്നെ ഇവരൊക്കെ അകത്തായനെ. അവിടെയല്ലേ ഞാൻ ചോദിച്ചോട്ടെ, അവിടെ അതോട് വിഷയമാണ്. അതായത് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ഏത് പ്രതിക്കും സ്വാഭാവിക ജാമ്യം കിട്ടുമെന്നുള്ള കാര്യം ആർക്കാണ്, ഒരു സാധാരണക്കാരനും അറിയാലോ. അപ്പൊ പിന്നെ നിയമപരിജ്ഞാനമുള്ള കോടതിക്ക് എന്തുകൊണ്ട് അറിയില്ല? ഒരു ഇടക്കാല റിപ്പോർട്ട് പോലും സമർപ്പിക്കാൻ എന്തുകൊണ്ട് SITയോട് കോടതി ആവശ്യപ്പെട്ടില്ല? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ കോടതിയുടെ ഈ കാര്യത്തിലെ നിലപാടുകളാണ് ശരിക്കും ചർച്ചാ വിഷയമാക്കേണ്ടത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഡിസംബർ 9-11 നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് ശേഷം ഈ അന്വേഷണം വഴിമുട്ടി എന്നുള്ളത് വ്യക്തമല്ലേ? കാരണം PS പ്രശാന്തിനെതിരെ കേസെടുത്ത് അന്വേഷിക്കണമെന്ന് കോടതി ഇപ്പോഴല്ലേ പറയുന്നത്. കോടതി ഇയാൾക്കെതിരെ കണ്ടെത്തൽ നടത്തിയിട്ട് 4 മാസം കഴിഞ്ഞില്ലേ? 4 മാസമല്ല, കഴിഞ്ഞ നവംബറിലാണ് പ്രശാന്തിനെ കുറിച്ച് 2.5 പേജോളം ഇടക്കാല റിപ്പോർട്ടിൽ പരാമർശം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ പരാമർശം വന്നതിന് പുറകെ തന്നെ PS പ്രശാന്തിനെതിരെ കേസെടുത്ത് അന്വേഷിക്കണമെന്ന് പറയേണ്ട കോടതി എന്തുകൊണ്ട് 3-4 മാസക്കാലം ആ തീരുമാനം മാറ്റി? അതെ, മനസ്സിലായി. ഇപ്പം തന്നെ ഈ തീരുമാനം വന്നിട്ട് 2-3 ആഴ്ച കഴിഞ്ഞല്ലോ. എന്തെങ്കിലും ഒരു അനക്കം SITയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല എന്നറിയാവുന്ന കോടതി എന്തുകൊണ്ട് നിശബ്ദത പാലിക്കുന്നു? അപ്പം അതുകൊണ്ട് ഇത് കോടതിയെ വിശ്വസിച്ച ലക്ഷക്കണക്കിന് ജനങ്ങളോട് കാണിക്കുന്നൊരു വിശ്വാസ വഞ്ചനയായി അവർക്കിത് തോന്നിയാൽ, ജനങ്ങൾക്ക് അങ്ങനെ തോന്നി അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ. ഇപ്പൊ ദേവസ്വം മന്ത്രി തന്നെ യഥാർത്ഥത്തിൽ പറയാതെ പറഞ്ഞതല്ലേ? അതെ, കുറ്റപത്രം ഇപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്ക്. കുറ്റപത്രം സമർപ്പിക്കുന്ന കാര്യത്തിൽ പോലും ഒരു കർശന നിലപാട് ഇപ്പോഴും കോടതിയുടെ ഭാഗത്തു നിന്നില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അനാസ്ഥയാണ്. അത് മാത്രമല്ല, നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രശാന്തിനെ പ്രതി ചേർക്കണമെന്ന് കോടതി പറഞ്ഞത് ജൂൺ 29 തീയതിയാണ്. ജൂൺ 29, ജൂലൈ 2 തീയതി, അതായത് ജൂൺ 29 കഴിഞ്ഞ് 2 ദിവസങ്ങൾക്ക് ശേഷം ജൂലൈ 2 തീയതി കടകംപള്ളി ഹെൽമറ്റ് പോലും വെക്കാതെ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ വരുന്നത് അതൊരിക്കലും സ്വാഭാവികമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ അതിലേക്ക് ഒന്നും കൂടുതൽ പോകുന്നില്ല, അത് ചിലപ്പോൾ അസ്വാഭാവികമായിരിക്കാം. പക്ഷേ ഇതിനകത്ത് ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണെന്ന് പറയേണ്ടി വരും. അത് ബദറുദ്ദീൻ, അതായത് ഡിവിഷൻ ബെഞ്ച് കൂടി ഇല്ലാതിരുന്നെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കേസിൽ ഡിവിഷൻ ബെഞ്ചിൽ കൂടെ ഇല്ലായിരുന്നു. ആ ഡിവിഷൻ ബെഞ്ചിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് എങ്കിലുള്ള സിംഗിൾ ബെഞ്ചിൽ സിംഗിൾ ബെഞ്ചിൽ. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതിനകത്ത് നമുക്ക് വളരെ ദുരൂഹമായിട്ട് തോന്നുന്നൊരു കാര്യം എന്താ, ഇത് ഹൈക്കോടതി ഉയർത്തിക്കൊണ്ടുവന്ന കേസാണ്. ആ കേസിൽ എത്രയും പെട്ടെന്നൊരു തീർപ്പുണ്ടാകണമെന്ന് ഈ കേസ് ഉയർത്തിക്കൊണ്ടുവന്ന ഡിവിഷൻ ബെഞ്ചിന് തന്നെ തോന്നാത്തത് എന്തുകൊണ്ടാണ്? ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തത് എന്തുകൊണ്ട് എന്ന് കർശനമായി SITയോട് എന്തുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് PS പ്രശാന്തിൻ്റെ കേസന്വേഷണം ദുരിതഗതിയിൽ നടത്തുന്നില്ല എന്ന് ചോദിക്കുന്നില്ല? ഇനി നമ്മളെല്ലാവരും മറന്നുപോയ വേറൊരു കാര്യമുണ്ട്. എന്താണ്? VSSയിൽ ഒരു രാസപരിശോധന ഉണ്ടായിരുന്നു. അതെ, ഓർമ്മയില്ലേ? ആ രാസപരിശോധനയ്ക്കകത്ത് ഒരു ചുക്കുഞ്ഞുണ്ടാമെന്ന് തെളിഞ്ഞില്ല. തെളിയാതിരുന്നതിനെ തുടർന്ന് വടക്കേന്ത്യയിലെ ഏതോ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവന്നിട്ട് രാസപരിശോധനയ്ക്ക് കൊടുത്തു. എത്ര മാസമായി? അതിനെക്കുറിച്ച് ഇപ്പോൾ ഹൈക്കോടതി പോലും മിണ്ടുന്നില്ല. അതാണ് ഈ വാർത്തകൾ എന്ന് പറഞ്ഞാൽ, ഓരോ പുതിയ വാർത്തകൾ വരുമ്പോഴും പഴയത് താഴേക്ക് പോകും, വിസ്മരിക്കപ്പെട്ടു പോകും. അതുപോലെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയും. അന്ന് ഈ ഒരു വിവാദമുണ്ടായപ്പോൾ കത്തി നിന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പല പ്രധാന സംഭവങ്ങളും വന്നു. മാധ്യമങ്ങളെല്ലാം അതിൻ്റെ പിന്നാലെയായി, ജനശ്രദ്ധ അതിൻ്റെ മേലായി. അപ്പോൾ സ്വാഭാവികമായും ഇത് പിന്തള്ളപ്പെട്ടു. ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഈ കേസ് പരിഗണിക്കുന്ന ദിവസം ഒരു വാർത്തയാകുമെന്നുള്ളത് ഒഴിച്ചാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തീർന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. ഇത് ഉയർത്തിക്കൊണ്ടുവന്ന ഹൈക്കോടതിയിലാണ് ഇതിൻ്റെ ചുമതല, ഉത്തരവാദിത്വവും ബാധ്യതയും. ഇന്ന് ഹൈക്കോടതിയുടെ നിലപാട് സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു വർഷമായിട്ട് ഈ കേസ് എങ്ങും എത്തിയിട്ടില്ല എന്നുള്ള കാരണമുണ്ട്. ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ള കാരണമുണ്ട്. ഈ കേസിൽ എന്ന് കുറ്റപത്രം സമർപ്പിക്കും എന്നറിയാത്ത കാര്യമുണ്ട്. ഈ കേസിൽ PS പ്രശാന്തിനെ ചോദ്യം ചെയ്യാത്തതിലും കേസെടുക്കാത്തതിലും ദുരൂഹതയുണ്ട്. ഈ വിഷയത്തിൽ രാസപരിശോധനാ ഫലം ഇതുവരെ തെളിയാത്തതിൽ ദുരൂഹതയുണ്ട്. അതുകൊണ്ട് ഈ കേസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അടിമുടി ദുരൂഹമായിട്ടുള്ള
സാഹചര്യത്തിലാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ആ ദുരൂഹത ഒഴിവാക്കാൻ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇനിയെങ്കിലും കർശനമായിട്ടുള്ള നിലപാടിലേക്ക് പോകണം. എന്താണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ അതിനകത്ത് തടയുന്നതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് എന്താ തടയുന്നത്? ഒന്നും തടയുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം അതിനകത്തൊരു വേറെ വലിയ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറയാം. ഇപ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ നിലപാട് കൊണ്ട് ശബരിമലയിൽ ഒരുപാട് അഴിമതികൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്തോ നെയ്യ് അഭിഷേകത്തിൻ്റെ എന്തോ പടിപൂജ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്, ഏതോ ഒരുത്തൻ അവിടെ എന്തോ മുറി, അങ്ങനെ ഒരുപാട് അഴിമതികൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. അതിലൊന്നും വേറെ തർക്കമില്ല. പക്ഷേ ശബരിമലയുടെ ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ ഒരു കൊള്ളയായിരുന്നല്ലോ ശബരിമല കൊള്ള. ആ ശബരിമല കൊള്ളയിലാണ് രാഷ്ട്രീയക്കാർ പങ്കാളികളാവുന്നത്. അപ്പം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഹൈക്കോടതി പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴും രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ട, രാഷ്ട്രീയക്കാർ പ്രതികളായ, രാഷ്ട്രീയക്കാർ ജയിലിൽ കിടന്ന, രാഷ്ട്രീയക്കാർ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് കോടതി പറയുന്ന ആ ഒരു പെരുങ്കൊള്ളയിൽ എന്തുകൊണ്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇരുട്ടിൽ തപ്പുന്നു എന്നുള്ളതാണ് പ്രധാനം. ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ശബരിമല ഒരുപാട് അഴിമതികൾ പുറത്തുകൊണ്ടുവന്നിട്ടുണ്ട്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ അതിലൊന്നും രാഷ്ട്രീയക്കാർക്ക് പ്രമുഖമായിട്ടുള്ള പങ്കില്ല. രാഷ്ട്രീയക്കാരതിനകത്ത് ജീവനക്കാരായിരുന്നു, എല്ലാം ജീവനക്കാരായിരുന്നു. അപ്പം ജനങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് ജീവനക്കാർ പങ്കാളികളായിട്ടുള്ള കേസുകളെല്ലാം അന്വേഷിച്ച് ഹൈക്കോടതി പുറത്തു കൊണ്ടിരുന്നു. പക്ഷേ രാഷ്ട്രീയ നേതാക്കന്മാർ, കേരളത്തിലൊരു പ്രധാന പാർട്ടിയുടെ പ്രബലരായിട്ടുള്ള നേതാക്കന്മാർ ജയിലിൽ കിടന്ന കേസെങ്ങും എത്തുന്നില്ല. സ്വാഭാവികമായും ജനങ്ങളുടെ സംശയം വരില്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ സംശയം ദൂരീകരിക്കാൻ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ശ്രമിച്ചില്ലെങ്കിൽ ദേവസ്വം ബെഞ്ചിൻ്റെ വിശ്വാസ്യതയല്ല പോകുന്നത്. ദേവസ്വം ബെഞ്ചിൻ്റെ ഒരു വിശ്വാസ്യത പോയാലും ഇപ്പോൾ നമുക്ക് ജനങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ജനങ്ങൾക്ക് നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസമാണ് അതിലൂടെ തകരുന്നത്. നിയമവ്യവസ്ഥയുടെ ക്രെഡിബിലിറ്റിയാണ് ജനങ്ങളുടെ മുമ്പിൽ തകരുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഈ പറയുന്ന കുറ്റപത്രം സമർപ്പിക്കുന്ന കാര്യത്തിലായാലും PS പ്രസാദിൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ കർശനമായിട്ടുള്ളൊരു നിലപാടിലേക്ക് ദേവസ്വം ബെഞ്ച് പോയില്ലെങ്കിൽ ദേവസ്വം ബെഞ്ചിന് ജനങ്ങൾ കീറക്കടലാസിൻ്റെ വില പോലും കൊടുക്കാത്ത ഒരു നിലയിലേക്ക് വരികയും അത് കോടതികളുടെ വിശ്വാസ്യതയെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്യുമെന്ന് ദേവസ്വം ബോർഡിൻ്റെ ഈ ദേവസ്വം ബെഞ്ചിൽ അംഗങ്ങളായിട്ടുള്ള രാജാ വിജയരാഘവനും KV ജയകുമാറും മനസ്സിലാക്കണം. അത് പറയുന്നത് വളരെ മനോവ്യതയോടുകൂടിയാണ്. കാരണം ഈ ദേവസ്വം ബെഞ്ചിനെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പൂഴ്ത്തിക്കൊണ്ട് കേരളത്തിൽ സംസാരിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തനം ഞാനായിരിക്കും എന്നുള്ളത് കൊണ്ടുള്ള മനോവ്യത കൊണ്ടുകൂടിയാണ് ഞാനിത് പറയുന്നതെന്ന് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിലെ ന്യായാധിപന്മാർ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഈ PS പ്രശാന്ത് ഈ കേസിൽ അദ്ദേഹത്തിനുള്ള പങ്കിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. മറ്റുള്ളവരെല്ലാം പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ PS പ്രശാന്തും അതിനർഹനാണ്. PS പ്രശാന്തിനെ കുറിച്ച് കോടതി പലതവണ പരാമർശങ്ങൾ നടത്തിയിട്ടും SIT അയാളെ തൊടാൻ മടിക്കുകയാണ്. അതെന്തോ ആയിക്കോട്ടെ, നിരാശയോടുകൂടിയും വളരെ വേദനയോടുകൂടിയും ആണ് പറയുന്നത്. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, ഈ BNS-ഉം BNSS-ഉം IPC-യും CRPC-യും ലോക്കപ്പ് മർദ്ദനവും ലോക്കപ്പ് മരണവും തൂക്കുകയറും ഒക്കെ സാധാരണ എന്നെപ്പോലെയുള്ള, സാറിനെ പോലെയുള്ള, നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ്. വമ്പന്മാർക്ക്, അതായത് വലിയ വലിയ വ്യവസായികൾക്കോ രാഷ്ട്രീയക്കാർക്കോ ഒരിക്കലും ഈ ജയിലിൽ കിടക്കേണ്ടി വരില്ല. അങ്ങനെ കിടന്നാൽ തന്നെ 1-2 ദിവസം, അതും കോടതിയെ ചിലപ്പോൾ ചീത്ത വിളിച്ചതിനായിരിക്കും. ചുംബൻ എന്നുള്ള പദപ്രയോഗം നടത്തിയിട്ട് പലരും ജയിലിൽ പോയി കിടന്നിട്ട് വീരപരിവേഷത്തോടു കൂടി ഇറങ്ങി വന്നിപ്പോഴും പൊതുപ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർ ഇപ്പോൾ വളരെ വേദനയോടുകൂടി ഒരു കാര്യം കൂടി ഞാൻ പറയാം. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് ബ്രിട്ടീഷുകാർ നമ്മളെ അടിമകളാക്കി ഭരിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഞാനത് വിശ്വസിക്കുന്നില്ല. ഇന്നും അടിമകളാണ്. ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന വർഗം, സാധാരണക്കാർ ഇന്നും അടിമകളാണ്. ഈ ഭരിക്കുന്നവരുടെ, അധികാരമുള്ളവൻ്റെ അടിമകളാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമുക്ക് വേണ്ടിയുള്ളതാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ CRPC-യും കോടതികളും ന്യായവിധികളുമൊക്കെ. ഒരു സാധാരണക്കാരൻ അവൻ്റെ വേണ്ടപ്പെട്ട ആരെങ്കിലും ചികിത്സിക്കാനോ അല്ലെങ്കിൽ ഒരു ആഹാരത്തിന് വേണ്ടിയോ, പോട്ടെ ഒരു നേരത്തെ ആഹാരം എവിടെ പോയി ചോദിച്ചാലും കിട്ടും, അതിന് വേണ്ടിയല്ല, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അവനൊരു വാഴക്കുല മോഷ്ടിക്കുകയോ ഒരു കോഴിയെ മോഷ്ടിക്കുകയോ എന്തെങ്കിലും ഒരു ചെറിയ കളവ് നടത്തുകയോ ചെയ്താൽ അവനെ അറസ്റ്റ് ചെയ്യുകയും ആഘോഷിക്കുകയും അവനെ വലിയ ഒരു അഭിമാനത്തോടു കൂടി അവനെ ശിക്ഷിച്ച് ജയിലിലേക്ക് അയക്കുകയും ഒക്കെ ചെയ്യുന്ന നിയമവ്യവസ്ഥയാണ് ഇതുപോലെയുള്ള ഒരു പേരും കൊള്ള നടന്നിട്ട് കയ്യും കെട്ടി അനങ്ങാതിരിക്കുന്നതെന്ന് മാത്രമല്ല, ഞാനിപ്പോഴും പറയുന്നു, ഇതിൻ്റെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൻ്റെ ഉത്ഭവം മുതൽ ഇന്നുവരെയുള്ള
ഒരു നാൾ വഴികൾ വിശദമായി പരിശോധിച്ചാൽ നമുക്കറിയാം ശബരിമല ദേവസ്വം ബോർഡ് ബെഞ്ച് ഇതിലെന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. നിക്ഷിപ്ത താല്പര്യം പലർക്കും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇതിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടുമെന്ന്, നമ്മുടെ നിയമവ്യവസ്ഥിതി കൊണ്ട് ശിക്ഷിക്കപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഞാൻ കടുത്ത ഒരു അയ്യപ്പ വിശ്വാസിയാണ്. അയ്യപ്പനോട് കളിച്ച ആരും ഇതുവരെ രക്ഷപ്പെട്ട ചരിത്രമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ആരൊക്കെ ഭാഗഭാഗാക്കിയോ, ആരൊക്കെ ഇതിൽ പങ്കാളികളായോ, ആരൊക്കെ ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ, അവരല്ലെങ്കിൽ അവരുടെ വരും തലമുറ അനുഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാനത് ഉറപ്പിച്ചു പറയുന്നു. ഇതൊരു പ്രതീക്ഷയല്ല, ഇതൊരു ഉറച്ച വിശ്വാസമാണ്.